أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഉഹുദ് യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഇത് സംബന്ധിച്ച് കുറെ കൂടി കാര്യങ്ങൾ പറയുന്നതാണ്. നേരത്തെ പറഞ്ഞു വന്നതുപോലെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന് വിളംബരപ്പെടുത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന ഈ വാർത്ത ശത്രുക്കൾ പ്രചരിപ്പിച്ചത് മുസ്ലിങ്ങൾ കേട്ടപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു? ഇതിൻ്റെ വിശദീകരണങ്ങളിൽ പറയുന്നു, ഇബ്നു കമിയ താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഷഹീദാക്കിയെന്ന് കരുതിക്കൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായിരിക്കുന്നു. വിളിച്ചു പറഞ്ഞത് ശൈത്താനാണെന്നും പറയപ്പെടുന്നു. അത് ജുഅൽ ബിൻ സുറാഖയുടെ രൂപത്തിലായിരുന്നു. ജുഅൽ ആദ്യകാല നല്ല മുസ്ലിങ്ങളിൽപ്പെട്ട ആളായിരുന്നു. അഹ്ലെ സുഫയിൽപ്പെട്ട ആളുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്ക് യുദ്ധവേളയിൽ ഉമർ എന്ന് മാറ്റുകയുണ്ടായി. ഏതായാലും ഇത് കേട്ടപ്പോൾ ആളുകൾ ജുആലിനെ കൊല്ലാൻ വേണ്ടി ആക്രമിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം വിളംബരം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് തൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വിളംബരവും നടത്തിയിട്ടില്ല. ഖവ്വാദ് ബിൻ ജുബൈർ അബൂ ബർദ സാക്ഷ്യം നൽകിക്കൊണ്ട് പറഞ്ഞു, വിളംബരം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം എൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ശത്രുക്കളുമായി എൻ്റെ കൂടെ യുദ്ധം ചെയ്യുകയായിരുന്നു. വിളംബരപ്പെടുത്തിയത് അബുൽ അഖബയാണെന്നും പറയപ്പെടുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന് 3 തവണ വിളംബരപ്പെടുത്തുകയുണ്ടായി. ഏതായാലും ആരാണ് വിളംബരപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് പല നിവേദനങ്ങളുമുണ്ട്. ഒരുപക്ഷെ പലരും പല വിധത്തിൽ കണ്ടതായിരിക്കാം. പലരും വിളംബരപ്പെടുത്തിയിട്ടുമുണ്ടാകാം. ഇബ്നു കമിയ ഇബ്ലീസും അബുൽ അഖബയും എല്ലാം വിളംബരപ്പെടുത്തിയിട്ടുണ്ടാകാം. സാത്താനിക പ്രകൃതമുള്ള ആളുകൾക്ക് ഇങ്ങനെ വിളംബരപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഈ വാർത്ത പരന്നതും മുസ്ലിങ്ങളിൽ ചിലർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജനതയുടെ അടുക്കലേക്ക് തിരിച്ചു പോകുവിൻ, അവർ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ്. അത് കേട്ടപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായിരിക്കെ നിങ്ങൾ നിങ്ങളുടെ നബിയുടെ ദീനിനും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിനും വേണ്ടി പൊരുതി അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ സവിധത്തിൽ ഷഹീദായി എത്തുകയില്ലേ? ഹദ്റത്ത് സാബിത് ബിൻ ദഹദ അൻസാരികളോട് പറഞ്ഞു, അൻസാരികളുടെ സംഘമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെങ്കിൽ അള്ളാഹു ജീവിച്ചിരിപ്പുള്ളവനാകുന്നു, അവന് മരണം വരുന്നതല്ല. തങ്ങളുടെ ദീനിനു വേണ്ടി പോരാടുവിൻ, അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുന്നവനാകുന്നു. ഇത് കേട്ടപ്പോൾ അൻസാരി മുസ്ലിങ്ങളുടെ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ചേർന്ന് മുശ്രിക്കീങ്ങളുടെ ഒരു സംഘത്തെ ആക്രമിച്ചു. അതിൽ ഖാലിദ് ബിൻ വലീദ്, ഇക്രിമ ബിൻ അബൂജഹൽ, അംർ ബിൻ ആസ്, ലറാർ ബിൻ ഖത്താബ് എന്നിവരുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ ഈ ചെറിയ സംഘം പൊരുന്നത് കണ്ടപ്പോൾ ഖാലിദ് ബിൻ വലീദ് ശക്തമായി തിരിച്ചടിച്ചു. സാബിത്ത് ബിൻ ദഹദയെയും അദ്ദേഹത്തിൻ്റെ അൻസാരി സുഹൃത്തുക്കളെയും ഷഹീദാക്കി. പ്രക്ഷുബ്ധമായ ഈ അവസ്ഥയെപ്പറ്റി ഹദ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബീനിൽ എഴുതുന്നു,
ആ സമയത്ത് മുസ്ലിങ്ങൾ 3 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന വാർത്ത കേട്ട് യുദ്ധമൈതാനത്ത് നിന്ന് ഓടിപ്പോയിരുന്നു. പക്ഷേ ഇവർ വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരിൽ ഹദ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനും ഉണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ആ സമയത്തെ പ്രത്യേക സാഹചര്യവും അവരുടെ ഹൃദയാത്മനയുള്ള വിശ്വാസവും ആത്മാർത്ഥതയും കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹു അവർക്ക് മാപ്പാക്കി കൊടുക്കുകയുണ്ടായി. അവരിൽ പലരും മദീന വരെ എത്തി. അങ്ങനെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് വരിച്ചുവെന്ന കൽപ്പിത കഥയും ഇസ്ലാമിക സൈന്യം പരാജയപ്പെട്ടെന്ന വാർത്തയും എത്തി. അതേ തുടർന്ന് നാട്ടിലാകെ ഒരു അസ്വസ്ഥത പടർന്നു. മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അസ്വസ്ഥഭരിതരായി പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഉഹദിലേക്ക് പുറപ്പെട്ടു. ചിലർ അതിവേഗം ഓടി യുദ്ധമൈതാനത്തിലെത്തി. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ശത്രുനിരയിലേക്ക് തള്ളിക്കയറി. അതായത് അവർ യുദ്ധം ആരംഭിച്ചു. ഇനിയൊരു വിഭാഗത്തിലുള്ളവർ ഓടിപ്പോയില്ലെങ്കിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഷഹാദത്ത് വാർത്ത കേട്ടപ്പോൾ അവർക്ക് ധൈര്യം ചോർന്നുപോയി. അവർ ഇനി യുദ്ധം ചെയ്യുന്നത് വ്യർത്ഥമാണെന്ന് കരുതി. അതുകൊണ്ട് അവർ യുദ്ധമൈതാനത്ത് നിന്നും മാറി തല താഴ്ത്തിയിരുന്നു. മൂന്നാമത്തെ വിഭാഗം തുടർച്ചയായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അവരിൽ കുറച്ചുപേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റിലും കൂടിയവരായിരുന്നു. അവർ അനിതര സാധാരണമായ നിലയിൽ ജീവത്യാഗത്തിൻ്റെ നൈപുണ്യം പ്രകടമാക്കുകയായിരുന്നു. അധിക പേരും രണാങ്കണത്തിൽ ചിതറിപ്പിരിഞ്ഞ് പൊരുതുകയായിരുന്നു. ഇവർക്കും രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്ന കാര്യം അറിഞ്ഞു കൊണ്ടിരുന്നതിനനുസരിച്ച് ഉന്മാദരെ പോലെ പൊരുതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റിലും വന്നുകൂടി. ആ സമയത്ത് യുദ്ധാവസ്ഥ ഖുറൈശികളുടെ സൈന്യം സമുദ്രത്തിലെ ഭയാനകമായ തിരകൾ കണക്കെ 4 ഭാഗത്തു നിന്നും അലയടിച്ച് വരുന്നത് പോലെയായിരുന്നു. യുദ്ധമൈതാനത്ത് 4 ഭാഗത്തു നിന്നും അമ്പുകളുടെയും കല്ലുകളുടെയും വർഷപാതമായിരുന്നു. ജീവത്യാഗ സന്നദ്ധരായ സഹാബാക്കൾ പ്രസ്തുത ഭയാനകമായ അവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റിലും വലയം തീർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ മേനിയെ തങ്ങളുടെ ശരീരം കൊണ്ട് മറച്ചു പിടിച്ചു. എന്നിട്ടും ചില സമയത്ത് ആക്രമണം ശക്തമായിരുന്നതുകൊണ്ട് ഏതാനും പേരെ അവർ തള്ളിമാറ്റിയിരുന്നു. അത്തരം വേളകളിൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ടു പോയിരുന്നു. അത്തരമൊരു സന്ദർഭത്തിലാണ് ഹസ്രത്ത് സാദ് ബിൻ അബി വക്കാസിൻ്റെ മുശ്രിക്കായിരുന്ന സഹോദരൻ ഉത്ബ ബിൻ അബി വക്കാസ് എറിഞ്ഞ ഒരു കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ മുഖത്ത് പതിച്ചത്. അത് കൊണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു പല്ല് പൊട്ടുകയും ചെയ്തു. ചുണ്ടിൽ മുറിവുണ്ടാവുകയും ചെയ്തു. അധിക സമയം കഴിയുന്നതിനു മുമ്പേ അബ്ദുല്ലാ ബിൻ ശിഹാബ് എറിഞ്ഞ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നെറ്റിത്തടത്തിൽ മുറിവുണ്ടാക്കി. കുറച്ച് സമയത്തിനകം മൂന്നാമത്തെ കല്ല് ഇബ്നു കമിയ എറിയുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ കവിളിൽ പതിക്കുകയും ചെയ്തു. അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പടത്തൊപ്പിയുടെ 2 ആണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കവിളിൽ തറഞ്ഞു കയറി. സാദ് ബിൻ അബി വക്കാസിന് തൻ്റെ സഹോദരൻ ഉത്ബയുടെ ഈ പ്രവൃത്തിയിൽ എത്രമാത്രം കോപമുണ്ടായിരുന്നുവെന്നാൽ അദ്ദേഹം പറയുന്നു, എനിക്ക് ഉത്ബയെ വധിക്കാനുണ്ടായിരുന്ന അത്രയും ആവേശം മറ്റൊരു ശത്രുവിനെയും വധിക്കുന്നതിന് ഇല്ലായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ദുആ സ്വീകാര്യതയുടെ തത്വം വിവരിക്കുന്നുണ്ട്. ഇത് വിവരിച്ചുകൊണ്ട് ഒരു നീണ്ട വിവരണത്തിൽ അദ്ദേഹം ഉഹദ് സംഭവം പരാമർശിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇംഗ്ലീഷുകാർ സത്യഹൃദയത്തോടെ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നോട് ദുആക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് വിജയം ലഭിക്കുന്നതാണ്. ഇത് 1940 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്തുണ്ടായ കാര്യമാണെന്ന് തോന്നുന്നു. ഏതായാലും അദ്ദേഹം പറയുന്നു, എന്നോട് അവർ ദുആക്ക് വേണ്ടി അഭ്യർത്ഥിച്ചാൽ അവർക്ക് വിജയം ലഭിക്കുന്നതാണ്. ഇത് ദൈവിക പ്രവചനങ്ങളുടെയും അവൻ്റെ വചനങ്ങളുടെയും എൻ്റെ ദർശനങ്ങളുടെയും അനുസരിച്ചുള്ളതായിരിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഈ സമൂഹത്തിന് വേണ്ടി വളരെയേറെ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ ഒരു ദാസനെ പിടിച്ചിരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു അവരെ പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുന്നു. അതായത് അവർ ഹദ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ മകനാക്കി വെച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് അവർ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ദുആകൾ ബാക്കിയായി കിടക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നു, പൈഗാമികൾ, അതായത് ലാഹോരികൾ നിഷേധിക്കുന്നുവെങ്കിൽ നിഷേധിച്ചു കൊള്ളട്ടെ. ഹദ്രത്ത് മുസ്ലിമോദ് പറയുന്ന വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ലാഹോരികളുടെ നിലപാട്. ഏതായാലും അദ്ദേഹം പറയുന്നു, ഹദ്രത്ത് മസീമോദ് അലി ഇസ്ലാം അവർക്ക് വേണ്ടി ചെയ്ത ദുആകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം അവരുടെ ശിർക്കാകുന്നു. ഈ തടസ്സം ഭാഗികമായോ പൂർണ്ണമായോ മാറിയാൽ പ്രസ്തുത ദുആകൾ ഉടൻ തന്നെ സ്വീകരിക്കപ്പെടുന്നതാണ്. എൻ്റെ ദുആകൾ കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ അകലുന്നതാണെന്ന് ഞാൻ നിരവധി ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്യുന്ന എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടണമെന്നല്ല. ഇത് എൻ്റെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ തന്നെ മാറ്റുമായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ഇത്രമാത്രം പ്രിയങ്കരനാണെങ്കിൽ നിങ്ങളുടെ ഇന്ന കാര്യം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? എന്നാൽ അള്ളാഹു പറയുന്നു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുക, ഇത് എൻ്റെ കഴിവിൽപ്പെട്ടതായിരുന്നുവെങ്കിൽ ഞാൻ എല്ലാ നന്മകളും എനിക്ക് വേണ്ടി മാത്രം സ്വരുക്കൂട്ടുമായിരുന്നില്ലേ? ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടണമെന്നില്ല എന്നതാണ് നിയമമെന്നിരിക്കെ എനിക്ക് അതെങ്ങനെ സാധ്യമാകാനാണ്? അള്ളാഹു ദുആ സ്വീകരിക്കാൻ തയ്യാറാവുകയും ഏതെങ്കിലും മലയാളം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അന്തസ്സ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവനത് ഉടനെ സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച നിയമം. എന്നിരിക്കെ എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയോ അതിനെതിരിൽ എങ്ങനെ സംഭവിക്കാനാണ്? ഇംഗ്ലീഷുകാർ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് തൂക്കുകയറോ കൽത്തുറുങ്കോ നൽകാൻ കഴിവുള്ളവരാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഇപ്പോൾ അവർ അവരുടെ ശത്രുക്കൾക്ക് മുന്നിൽ ദുർബലരായി കാണപ്പെടുന്നു. ലോകമഹായുദ്ധത്തിൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും എൻ്റെ ദുആകൾ കാരണം അവരുടെ പ്രയാസങ്ങൾ അകറ്റപ്പെടുമെന്നതാണ് എൻ്റെ വാദം. കാരണം ഇംഗ്ലീഷുകാർക്ക് നമുക്ക് മേലുള്ള നിയന്ത്രണം ഒരു നിയമാശ്രിതമാകുന്നു. ഇവരെപ്പറ്റി ദുആ സ്വീകൃത മറ്റൊരു നിയമത്തിന് വിധേയപ്പെട്ടാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിടികൂടാൻ ഇറാൻ രാജാവ് ആഗ്രഹിച്ചിരുന്നു. അയാൾ പിടികൂടാൻ എത്തിയിരുന്നില്ല. സന്ദേശവുമായി യമനിലെ ഗവർണർ എത്തിയിട്ടുണ്ടായിരുന്നതേയുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, പോയി നിന്റെ യജമാനോട് പറയുക, നാം വരുന്നതല്ല, നിങ്ങളുടെ ദൈവത്തെ നമ്മുടെ ദൈവം വധിച്ചിരിക്കുന്നു. അള്ളാഹു ആ രാജാവിൻ്റെ മകൻ്റെ ഉള്ളിൽ ചലനങ്ങളുണ്ടാക്കുകയും അയാൾ തൻ്റെ പിതാവിനെ വധിക്കുകയും ചെയ്തു. എന്നാൽ ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്രമിച്ചു, കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പല്ല് പൊട്ടുകയും തലയിൽ പരിക്കേൽക്കുകയും ചെയ്തു. പടത്തൊപ്പിയുടെ ആണികൾ തലയിൽ തറച്ചു കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹാത്സ്യപ്പെടുകയും കുഴിയിൽ വീഴുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനു മേൽ പല സഹാബാക്കളും വീഴുകയും ചെയ്തു. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന് വരെ കരുതി. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അന്തസ്സ് അംഗീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഇറാനിലെ രാജാവിനെ വളരെ ദൂരെയായിരുന്നെങ്കിലും കൊല്ലുകയുണ്ടായി. എന്നിരിക്കെ ഉഹദ് യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് ശത്രുക്കൾക്ക് ഇങ്ങനെ കല്ലെറിയാൻ അവസരം കൊടുത്തത് എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഈ ആരോപണം ശരിയല്ല. ഇത് അള്ളാഹുവിൻ്റെ ഇംഗിതവും യുക്തിയുമാണ്. ഇത് ഒരു രഹസ്യമാകുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പിടിക്കപ്പെടുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഇംഗിതം കാരണം സാവകാശം നൽകപ്പെടുന്നു. അതല്ലെങ്കിൽ മനുഷ്യൻ്റെ നിസ്സഹായതയും ഒന്നുമില്ലായ്മയും വെളിപ്പെടുത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ചരിത്രം തുടരുകയാണ്. വധിച്ചുവെന്ന കിംവദന്തിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് സഹാബാക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നു, ഹസ്രത്ത് അബൂ ഉബൈദയാണ് ആ സമയത്ത് ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഇരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഹസ്രത്ത് അബൂ ഉബൈദ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകൾ കണ്ടപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അത് ഹൗദ്
അഥവാ പടത്തൊപ്പിയുടെ അടിയിലൂടെ പ്രകാശപൂരിതമായി കാണപ്പെടുന്നുണ്ടായിരുന്നു. ഹൗദ് യുദ്ധാവസരത്തിൽ സൈനികർ ശിരസ്സും മുഖവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തൊപ്പിയാകുന്നു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകളിൽ നല്ല തിളക്കവും പ്രകാശവും കാണപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ചുരുക്കത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരിച്ചറിഞ്ഞപ്പോൾ സകല ശക്തിയും സംഭരിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയായിരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ആംഗ്യം കാണിച്ചുകൊണ്ട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞു. മറ്റൊരു നിവേദനത്തിൽ ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരിച്ചറിഞ്ഞത് മറ്റൊരു സഹാബിയാണെന്ന് പറയുന്നു. ഒരു ഗ്രന്ഥകാരൻ പറയുന്നു, കുഴിയിൽ വീണ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ ശരീരത്തിൽ മുഴുവനും രക്തമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തെത്തിയപ്പോൾ ഹദ്രത്ത് കഅബ് ബിൻ മാലിക് പടത്തൊപ്പിയുടെ ഇടയിലൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരിച്ചറിഞ്ഞു. സന്തോഷം കൊണ്ട് വിളിച്ചു പറയാനും തുടങ്ങി, യാ മാഷറൽ മുസ്ലിമീൻ ഉബ്ശിറൂ ഹാസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ മുസ്ലിങ്ങളെ, സന്തോഷിക്കുവിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിലുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നിശബ്ദനായിരിക്കാൻ ആംഗ്യം കാണിക്കുകയുണ്ടായി. എന്നാൽ മുസ്ലിങ്ങൾക്ക് അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. അവരിൽ ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ്, ഹസ്രത്ത് അലി ബിൻ അബി താലിബ്, ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുല്ല, ഹസ്രത്ത് സുബൈർ ബിൻ അവാം, ഹസ്രത്ത് ഹാരിസ് ബിൻ സമയും മറ്റു മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ സഹാബാക്കളോടൊപ്പം ഉഹുദ് മലയുടെ ഒരു താഴ്വാരത്തിൽ അഭയം തേടി. വഴിയിൽ ശത്രുക്കൾ ചെയ്ത എല്ലാ ആക്രമണത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ശക്തമായി മറുപടി നൽകുകയുണ്ടായി. ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു, യുദ്ധഗതി മാറിയതു കാരണം അവസ്ഥകൾ സങ്കീർണവും വിവരണാതീതവുമായി കൊണ്ടിരുന്നു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് സഅദ് ബിൻ മുആദിന്റെയും ഹദ്രത്ത് സഅദ് ബിൻ ഉബാദയുടെയും ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നടത്തത്തിൽ നിന്നാണ് അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് ഞങ്ങളുടെ സന്തോഷം നിയന്ത്രണാതീതമായിരുന്നു. ഞങ്ങൾക്ക് പരാജയമോ നഷ്ടമോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അവർ ഈയാമ്പാറ്റകളെപ്പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റിലും ഒരുമിച്ചുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാം കൂട്ടി താഴ്വരയിലേക്ക് നീങ്ങി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ഹദ്രത്ത് അബൂബക്കറും ഹദ്രത്ത് ഉമറും ഹദ്രത്ത് അലിയും ഹദ്രത്ത് സുബൈറും ഹദ്രത്ത് ഹാരിസ് ബിൻ സിമ്മയും ഉണ്ടായിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് അവർ വളരെയേറെ പരിഭ്രമിച്ചു. പല ഭാഗത്തേക്കും ചിതറിപ്പിരിഞ്ഞതുകൊണ്ട് ശത്രുക്കളെ ചെറുക്കാനും കഴിഞ്ഞില്ല. യുദ്ധമൈതാനത്തിൽ കാഫിര്യങ്ങൾ നിയന്ത്രണമേറ്റെടുത്തു. നിരവധി സഹാബാക്കൾ നിസ്സഹായരായും പരിഭ്രാന്തരായും മദീനയിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റുവട്ടത്തും കേവലം 12 സഹാബാക്കൾ മാത്രമായി. ഒരു വേള 12 പേരും ഇല്ലായിരുന്നു, മറിച്ച് കേവലം 3 പേർ മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്നത്. കാഫിര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേർക്ക് പ്രത്യേകമായും അമ്പെയ്യാൻ തുടങ്ങി. എന്നാൽ ഇത്രയും സങ്കീർണാവസ്ഥയായിരുന്നിട്ട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളോട് നേർക്കുനേർ നിൽക്കുകയായിരുന്നു. തൻ്റെ സ്ഥലത്ത് നിന്ന് അനങ്ങിയതേയില്ല. അവസാനം ശത്രുക്കൾ പെട്ടെന്ന് വരിവരിയായി നിൽക്കുകയും ഏതാനും പേരെ ഉന്തുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിക്കുപറ്റി ഒരു കുഴിയിൽ വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന മറ്റു ചില സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനു മേൽ ഷഹീദായി വീഴുകയും ചെയ്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു സമയത്തേക്ക് സഹാബാക്കളുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞുപോയി. സൈന്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന കിംവദന്തി പരക്കുകയും ചെയ്തു. ഈ വാർത്ത സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി പ്രയാസകരമായിരുന്നു. അവരുടെ അവശേഷിച്ച ശക്തിയും ക്ഷയിച്ചു തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റുമുണ്ടായിരുന്ന ജീവിച്ചിരിപ്പുള്ള സഹാബാക്കൾ മൃതദേഹങ്ങൾ മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുഴിയിൽ നിന്ന് പുറത്തേക്കെടുത്തു. സംരക്ഷണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റിലും
നിലയുറപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളുടെ ഇടയിൽ നിന്ന് ജീവത്യാഗ സന്നദ്ധരായ തൻ്റെ സഹാബാക്കളോടൊപ്പം താഴ്വരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ ബിൻ അബ്ദുല്ല ബിൻ മുഗീറ ഒരു കറുത്ത കുതിരപ്പുറത്തേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് കുതിച്ചു. അയാൾ ആപാദചൂടം പടച്ചട്ടയണിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ താഴ്വരയിലേക്ക് അയാളും നീങ്ങുകയായിരുന്നു. അയാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: ഒന്നുകിൽ അയാൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ശബ്ദം കേട്ടപ്പോൾ നിന്നു. അവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഴിയിൽ ഉസ്മാന്റെ കുതിര ഇടറി വീണു. അപ്പോൾ ഹദ്രത്ത് ഹാരിസ് അയാളുടെ അടുത്തേക്ക് കുതിച്ചു. കുറച്ചു നേരം രണ്ടുപേരും തമ്മിൽ വാൾപ്പയറ്റ് നടന്നു. ഓർക്കാപ്പുറത്ത് ഹദ്രത്ത് ഹാരിസ് ബിൻ സിമ്മ അയാളുടെ കാലിൽ വാളുകൊണ്ട് വെട്ടി. ഉസ്മാൻ പ്രസ്തുത പരിക്ക് കാരണം തൽക്ഷണം വീണുപോയി. തുടർന്ന് ഹദ്രത്ത് ഹാരിസ് അയാളുടെ കഥ കഴിച്ചു. അയാളുടെ പടച്ചട്ടയും പടത്തൊപ്പിയും അഴിച്ചെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ പറഞ്ഞു: അയാളെ നശിപ്പിച്ച അള്ളാഹുവിന് സ്തുതി. അല്പസമയത്തിനകം തന്നെ ഉബൈദുല്ല ബിൻ ജാബിർ ആമിരി ഹദ്രത്ത് ഹാരിസിനെ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ തോളിൽ ആക്രമണം നടത്തി. അദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചു. ഹദ്രത്ത് ഹാരിസിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ തന്നെ ഹദ്രത്ത് അബൂ ദുജാന ഉബൈദുല്ലയെ കീഴ്പ്പെടുത്തുകയും തൻ്റെ വാളുകൊണ്ട് അയാളെ കൊന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ എത്തുകയും ചെയ്തു. മക്ക മൂപ്പനായ ഉബയ്യ് ഇബ്നു ഖലഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്രമിച്ച സംഭവവും കാണപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്വരയിലേക്ക് പോകുമ്പോൾ ഉബയ്യ് ഇബ്നു ഖൽഫ് അവിടെ എത്തി. ഉബയ്യ് ഇബ്നു ഖൽഫ് ബദർ യുദ്ധത്തിൽ ബന്ദിയായതിൻ്റെ ഫിദിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു: എൻ്റെ പക്കൽ ഊത് കുതിരയാണുള്ളത്. അതിന് ഞാൻ ദിവസവും ഒരു ഫറക്ക്, അതായത് 7.5 കിലോ ചോളം തീറ്റാറുണ്ട്. നല്ല ശക്തിയുള്ളതാണ്, നല്ല ആരോഗ്യവുമുണ്ട്. ഇതിനുമേൽ സഞ്ചരിച്ചുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞാൻ വധിക്കുന്നതാണ്. അയാൾ പറഞ്ഞതിനെ പറ്റി അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇല്ല, മറിച്ച് ഞാൻ അയാളെ വധിക്കുന്നതാണ്. ഒരു നിവേദനമനുസരിച്ച് ഇത് അയാൾ ഹിജ്റത്തിന് മുമ്പ് മക്കയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞത്. ഏതായാലും ഉഹദ് യുദ്ധമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോട് പറഞ്ഞു: ഉബയ്യ് ഇബ്നു ഖൽഫ് എൻ്റെ പിന്നിലൂടെ വന്ന് എന്നെ ആക്രമിക്കുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. നിങ്ങൾ അയാളെ കണ്ടാൽ എന്നോട് പറയണം. അയാൾ പടച്ചട്ടയണിഞ്ഞ് കുതിരയെ നൃത്തം ചെയ്യിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അയാളെ കണ്ടിരുന്നു. അയാൾ ചോദിച്ചു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? അഥവാ അയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുന്നതല്ല. ഹദ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ അയാൾക്ക് മുന്നിൽ വന്നു. അദ്ദേഹം, അതായത് മുസ്അബ് ബിൻ ഉമൈർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രതിരോധിക്കുകയായിരുന്നു. അയാൾ മുസ്അബ് ബിൻ ഉമൈറിനെ ഷഹീദാക്കി. സഹാബാക്കൾ പറഞ്ഞു: യാ റസൂലല്ലാഹ്, ഉബയ്യ് അങ്ങേക്കടുത്തേക്ക് വരുന്നു. അങ്ങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും അയാളുടെ കഥ കഴിക്കാം. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു: സഹാബാക്കൾ അയാൾക്ക് മുന്നിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അയാളെ വിടൂ, അയാളുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കുവിൻ. അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലയോ കാസിബ്, എവിടേക്കാണ് ഓടിപ്പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഹാരിസ് ബിൻ സിമ്മയിൽ നിന്നും മറ്റൊരു നിവേദന പ്രകാരം ഹദ്രത്ത് സുബൈർ ബിൻ അവാമിൽ നിന്നും അമ്പു വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വില്ലു കുലച്ചു. സഹാബാക്കൾ ഒട്ടപ്പുറത്തു നിന്ന് ഈച്ചകൾ അകലുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും അകന്നു മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യിന്റെ മുന്നിലെത്തി. അയാളുടെ കഴുത്തിലോ പടത്തൊപ്പിക്കും പടച്ചട്ടയ്ക്കും ഇടയിൽ കാണാൻ കഴിയുന്ന ഭാഗത്തോ അമ്പെയ്തു. അത് കാരണം അയാൾ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. പലതവണ ഉരുണ്ടു വീഴുകയുണ്ടായി. അയാൾ കാളയെപ്പോലെ നിലവിളിക്കാൻ തുടങ്ങി. അയാളുടെ കഴുത്തിൽ നിസ്സാര പരുക്കാണ് പറ്റിയത്. രക്തം വരുന്നത് നിലയ്ക്കുകയും ചെയ്തു. അയാളുടെ വാരിയെല്ലുകളിൽ ഒന്ന് പൊട്ടിപ്പോവുകയും ചെയ്തു. അയാൾ തൻ്റെ സമുദായത്തിലേക്ക് തിരിച്ചുപോയി പറഞ്ഞു: ദൈവത്താണേ, എന്നെ മുഹമ്മദ് അറബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നിരിക്കുന്നു. സമൂഹത്തിലുള്ളവർ പറഞ്ഞു: നിന്റെ മനക്കരുത്ത് നഷ്ടപ്പെട്ടതാണ്. ദൈവത്താണേ, നിനക്കൊന്നും പറ്റിയിട്ടില്ല. നിനക്ക് നിസ്സാരമായ പരുക്ക് മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളിൽ ആർക്കെങ്കിലും കണ്ണുകളിലാണ് പറ്റുന്നതെങ്കിൽ പോലും അത് ഞങ്ങൾ ഗൗരവമായി എടുക്കുമായിരുന്നില്ല. അയാൾ പറഞ്ഞു: ലാത്തും ഉസ്സയുമാണേ സത്യം. എനിക്കുണ്ടായ പരുക്ക് സുൽ
മജാസിൻ്റെയോ റബിയുടെയോ മുസുറിൻ്റെയോ ഗോത്രങ്ങൾക്കാണ് പറ്റിയതെങ്കിൽ അവരെല്ലാവരും മരണപ്പെടുമായിരുന്നു. അയാൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്നെ കൊല്ലുമെന്ന് എന്നോട് മക്കയിൽ വെച്ച് പറഞ്ഞതാണ്. അള്ളാഹുവാണേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മേൽ തുപ്പുകയാണെങ്കിൽ കൂടി ഞാൻ മരിക്കുമായിരുന്നു. മുശ്രിക്കീങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് സറഫ് എന്ന സ്ഥലത്ത് അയാൾ നരകത്തിലേക്ക് കരയേറി. സറഫ് വലിയൊരു താഴ്വരയാകുന്നു. ഇപ്പോൾ അത് നൂറാനിയ എന്നാണ് അറിയപ്പെടുന്നത്. ഹജ്ജത്തുൽ വിദായിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 7ാമത്തെ പടവ് അഥവാ മൻസിലായിരുന്നു. ഇത് തൻഈമിനടുത്ത് മക്കയിൽ നിന്ന് 9-10 മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്നു. ഹസ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഖുറൈശികൾ അല്പം പിന്നോട്ട് മാറിയപ്പോൾ യുദ്ധഭൂമിയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരിച്ചറിയുകയും തിരുനബിക്ക് ചുറ്റും ഒത്തുകൂടുകയും ചെയ്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയുണ്ടായിരുന്ന സഹാബാക്കളുടെ സംഘത്തോടൊപ്പം മെല്ലെ മെല്ലെ പർവ്വതത്തിന് മുകളിലേക്ക് കയറി സുരക്ഷിതമായ മലയിടുക്കിലേക്ക് എത്തി. വഴിയിൽ മക്കാമൂപ്പനായ ഉബയ്യ് ഇബ്നു ഖൽഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടു. അയാൾ കോപത്താലും ശത്രുതയാലും അന്ധനായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ഓടി, ലാ നജൂത ഇന്നൻ നജാ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടാൽ പിന്നെ ഞാൻ രക്ഷപ്പെടുന്നതല്ല. സഹാബാക്കൾ അയാളെ തടയാൻ ആഗ്രഹിച്ചു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ വിടൂ, എൻ്റെ അടുത്തേക്ക് വരട്ടെ. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്രമിക്കാനുള്ള ഉദ്ദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമീപത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമ്പ് കൊണ്ട് അയാൾ ആക്രമിച്ചു. അത് കാരണം അയാൾ ഭൂമിയിൽ ഉരുണ്ടു വീണു. പിന്നെ എഴുന്നേറ്റ് അലറിക്കരഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞോടി. അയാൾക്ക് കാര്യമായ പരുക്കൊന്നും പറ്റിയില്ലെങ്കിൽ കൂടി മക്കയിൽ എത്തുന്നതിന് മുമ്പേ അയാൾ മണ്ണോട് ചേരുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കളോടൊപ്പം താഴ്വരയിലെത്തി. ഇത് സംബന്ധിച്ച് ഇബ്നു ഇസാഖ് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായ വിളംബരത്തിനും ചില ആളുകൾ ചിതറിപ്പിരിയുകയും ചെയ്തതിനു ശേഷം ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടത് ഹസ്രത്ത് കഅബ് ബിൻ മാലിക് ആയിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ പടത്തൊപ്പിക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നതായി കണ്ടു. ഞാനപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മുസ്ലിങ്ങളെ സന്തോഷിക്കുവിൻ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായിരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം താഴ്വരയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൂടെ ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് അലി, ഹസ്രത്ത് തൽഹ, ഹസ്രത്ത് ഉബൈദുല്ല, ഹസ്രത്ത് സുബൈർ ബിൻ അവാം, ഹസ്രത്ത് ഹാരിസ് ബിൻ സിമ്മ തുടങ്ങിയ സഹാബാക്കൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഒരു സംഘത്തോടൊപ്പം ഒരു കുന്നിൽ എത്തിയതും പെട്ടെന്ന് ഖുറൈശികളുടെ ഒരു സംഘം മലയ്ക്ക് മുകളിലെത്തി. ആ സംഘത്തിൽ ഖാലിദ് ബിൻ വലീദും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ മുകളിൽ കണ്ടപ്പോൾ ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നഹു ലാ യംബഗി ലഹും അൻ യഅലൂനഹ അല്ലാഹുമ്മ ലാ ഖുവതന ഇല്ലാ ബിക്. അള്ളാഹുവേ, അവർ ഞങ്ങളെ ജയിച്ചടക്കുന്നത് അവർക്ക് അനുവദനീയമല്ല. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്നിൽ നിന്നുള്ള ശക്തിയും കഴിവുമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. അതേസമയം ഹദ്രത്ത് ഉമർ ഫാറൂഖ് മുഹാജിരീങ്ങളുടെ ഒരു സംഘത്തോടൊപ്പം അവരെ നേരിടുകയും അവരെ പിന്നിലേക്ക് തള്ളി മാറ്റി മലയിൽ നിന്ന് താഴെ ഇറങ്ങാൻ ഉള്ള നിർബന്ധാവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തു. സീറത്ത് ഖാത്തമുൻ നബീനിൽ പറയുന്നു, ഹദ്രത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മലയിടുക്കിലെത്തിയപ്പോൾ ഖുറൈശികളുടെ ഒരു സൈനിക സംഘം ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ മലയ്ക്ക് മുകളിൽ കയറി ആക്രമിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന പ്രകാരം ഹദ്രത്ത് ഉമർ ഏതാനും മുഹാജിരികളെയും കൂട്ടി അവരെ നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ യുദ്ധത്തിന്റെ മറ്റൊരു നിവേദനം ഒരു ചരിത്രത്തിൽ ഇപ്രകാരം കാണാം. ഹദ്രത്ത് സുബൈർ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധ ദിവസം 2 പടച്ചട്ടകൾ അണിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമുകളിലേക്ക് കയറാൻ ആഗ്രഹിച്ചെങ്കിലും പടച്ചട്ടകളുടെ ഭാരം നിമിത്തം തലയിലും മുഖത്തുമേറ്റ പരുക്കുകളിൽ നിന്ന് രക്തമൊലിക്കുന്നതും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് മലമുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹസ്രത്ത് തൽഹ താഴെ ഇരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മേൽ കാൽവെച്ച് മലയിലേക്ക് കയറുകയും ചെയ്തു. ഹദ്രത്ത് സുബൈർ പറയുന്നു, ഞാൻ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടു, തൽഹ തനിക്ക് സ്വർഗം അനിവാര്യമാക്കിയിരിക്കുന്നു.
മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്വരയിലെ മലയ്ക്ക് മുകളിൽ കയറാൻ ആഗ്രഹിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറാൻ തുടങ്ങിയപ്പോൾ ശിരസിലെ മുറിവിൽ നിന്ന് രക്തം വരുന്നതും ക്ഷീണവും കാരണവും ശക്തി ഉണ്ടായിരുന്നില്ല. കൂടാതെ 2 പടച്ചട്ടയുടെ ഭാരവും ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഹദ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ള വേഗം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തോളിലിരുത്തി കുന്നിൻ മുകളിൽ എത്തിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൽഹയുടെ ഈ നന്മ കാരണം അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു വന്നതുപോലെ ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ ദന്തം ഷഹീദാക്കപ്പെടുകയുണ്ടായി. ആ സമയത്തുള്ള ദൃശ്യം ഹദ്രത്ത് അബൂബക്കർ വിവരിച്ചതിനെപ്പറ്റി ഹദ്രത്ത് ആയിഷ പറയുന്നു. ഹദ്രത്ത് അബൂബക്കർ ഉഹദ് യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, അന്നത്തെ ദിവസം തൽഹയുടേതായിരുന്നു. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഞാനും ഉഹദ് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ തിരിച്ചെത്തിയവരിൽ ഉൾപ്പെടുന്നു. ഞാൻ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചുകൊണ്ട് അടരാടുന്നത് കണ്ടു. നിവേദകൻ പറയുന്നു, ഞാൻ കരുതുന്നത്, അതായത് അദ്ദേഹം ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു അയാൾ. ഹദ്രത്ത് അബൂബക്കർ പറയുന്നു, അത് തൽഹ ആയിരുന്നെങ്കിലെന്ന് ഞാൻ പറഞ്ഞുപോയി. എനിക്കേതായാലും അവസരം കിട്ടിയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അത് എൻ്റെ ജനതയിൽപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതെനിക്ക് ഏറെ പ്രിയങ്കരമായിരിക്കും. ഹദ്രത്ത് അബൂബക്കർ ആ സമയത്ത് ചിന്തിച്ചു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനിടയിൽ ഒരാളുണ്ട്. അയാൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ഞാൻ അയാളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമീപത്തായിരുന്നു. അയാൾ വളരെ ശീഘ്രഗതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത്രയും വേഗത്തിൽ എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല. അത് അബൂ ഉബൈദ ബിൻ ജറാഹ് ആയിരുന്നു. പിന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ 2 ആളുകളുണ്ടായിരുന്നു. അതായത് ഹദ്രത്ത് തൽഹയും ഉബൈദ ബിൻ ജറാഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താഴെയുള്ള മുന്നിലെ 4 പല്ലുകളിൽ ഓമ്പലിനും തൊട്ടടുത്ത പല്ലിനുമിടയുള്ള ഒരു പല്ല് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മുഖത്ത് പരുക്ക് പറ്റിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ മുഖത്ത് പടത്തൊപ്പിയുടെ ആണി തറച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 2 പേരും നിങ്ങളുടെ സഹോദരൻ സഹായിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽഹയെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചുകൊണ്ട് ഹദ്രത്ത് തൽഹയ്ക്ക് വളരെയേറെ പരുക്ക് പറ്റിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നതിന് പകരം തൽഹയെ പോയി നോക്കാനാണ് പറഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തെ വിട്ട് മുന്നോട്ട് നീങ്ങി. ഹദ്രത്ത് തൽഹയെ ശ്രദ്ധിച്ചില്ല. മറിച്ച് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലേക്കാണ് ശ്രദ്ധയൂന്നിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് തറച്ചിരുന്ന പടച്ചട്ടയുടെ ആണികൾ പുറത്തെടുക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഹദ്രത്ത് അബൂ ഉബൈദ പറഞ്ഞു, അല്ലാഹുവാണേ, താങ്കൾ അത് എനിക്ക് വിട്ടു തന്നാലും. അങ്ങനെ ഞാൻ അത് ഉപേക്ഷിച്ചു. അതായത് ഹദ്രത്ത് അബൂ ഉബൈദ താൻ അത് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷ അനുസരിച്ച് ഹദ്രത്ത് അബൂബക്കർ പിന്മാറി. ഹദ്രത്ത് അബൂ ഉബൈദ കൈകൊണ്ട് അത് വലിച്ചെടുക്കാനും അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസമുണ്ടാകാനും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹം പ്രസ്തുത ആണികൾ തൻ്റെ വായ കൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. ഒരാണി എടുത്തപ്പോൾ അതോടൊപ്പം അദ്ദേഹത്തിന് മുന്നിലെ പല്ലും പൊട്ടിപ്പോയി. 2ാമത്തെ ആണി പുറത്തെടുക്കാൻ എനിക്കും കഴിയുമെന്ന് കരുതി ഞാൻ മുന്നോട്ട് വന്നു. ഹദ്രത്ത് അബൂബക്കർ പറയുന്നു, ഞാനും അങ്ങനെ തന്നെ 2ാമത്തെ ആണി പുറത്തെടുക്കാം എന്ന് കരുതി. അപ്പോൾ അബൂ ഉബൈദ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അത് താങ്കൾ എനിക്ക് വേണ്ടി ഒഴിവാക്കി തന്നാലും. അതായത് 2ാമത്തെ ആണിയും ഞാൻ തന്നെ പുറത്തെടുക്കാൻ. ഇങ്ങനെ അദ്ദേഹം ഹദ്രത്ത് അബൂബക്കറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്മാറി. പിന്നെ അദ്ദേഹം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുകയുണ്ടായി. അബൂ ഉബൈദയുടെ 2ാമത്തെ പല്ലും ആണിയോടൊപ്പം പൊട്ടിപ്പോയി. ഹദ്രത്ത് അബൂബക്കർ ഇങ്ങനെ പറയുന്നു, അബൂ ഉബൈദ മുൻനിരയിൽ പല്ലുകൊഴിഞ്ഞ ആളുകൾക്കിടയിൽ ഏറെ സുന്ദരനായി കാണപ്പെട്ടു. പിന്നെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശുശ്രൂഷിച്ചതിന് ശേഷം തൽഹയുടെ അടുക്കലേക്ക് എത്തി. അദ്ദേഹം കുഴിയിൽ വീണ് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കല്ലും മമ്പും വാളും കൊണ്ടതിൻ്റെ ചുരുങ്ങിയത് 70 പരുക്കുകളെങ്കിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിരലും മുറിഞ്ഞു പോയിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിവ് കെട്ടുകയുണ്ടായി. ചില നിവേദനങ്ങളിൽ ഹദ്രത്ത് അബൂ ഉബൈദയ്ക്ക് പകരം ഹദ്രത്ത് ഉഖ്ബ ബിൻ വഹബും ഹദ്രത്ത് അബൂബക്കറുമാണ് ആണികൾ പുറത്തെടുത്തതെന്ന് പറയുന്നു. ഏതായാലും ആദ്യത്തെ നിവേദനമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അബൂ സയ്യിദ് ഖുദ്രി നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ മുഖത്തിൽ നിന്ന്
രണ്ടാണികൾ പുറത്തെടുത്തപ്പോൾ വെള്ളം നിറച്ച പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ രക്തം വരാൻ തുടങ്ങി. മാലിക് ബിൻ സനാൻ തൻ്റെ വായു കൊണ്ട് പ്രസ്തുത രക്തം വലിച്ചു കുടിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നീ രക്തം കുടിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ രക്തത്തെയാണോ എൻ്റെ രക്തം സ്പർശിച്ചത്, അയാളെ അഗ്നി സ്പർശിക്കുന്നതല്ല. ഇത് സബുലുൽ ഹുദ വർ റഷാദിലുള്ള ഒരു നിവേദനമാകുന്നു. പക്ഷേ ഈ നിവേദനവും ഇദ്ദേഹത്തിൻ്റെ നിവേദനങ്ങളും ഇത് എത്രമാത്രം ശരിയാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. രക്തം ഇങ്ങനെയാണ് തടുക്കുന്നതെങ്കിൽ രക്തം നിൽക്കുന്നതിന് പകരം കൂടുതൽ വരികയാണ് ചെയ്യുക. കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. ഏതായാലും അടുത്ത നിവേദനത്തിൽ ഇതിനുള്ള മറുപടിയും വരുന്നുണ്ട്. ഈ നിവേദനം പ്രബലമല്ലെന്നാണ് ഞാൻ കരുതുന്നത്. തുടർന്ന് എഴുതുന്നു, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിക്ക് പറ്റിയത് സംബന്ധിച്ച് ബുഖാരിയിലും നിവേദനമുണ്ട്. ഹദ്റത്ത് സഹൽ ബിൻ സഅദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിക്ക് പറ്റിയതിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് ചോദിക്കുകയാണോ? അള്ളാഹുവാണേ, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുറിവ് കഴുകിയിരുന്നതെന്നും ആരാണ് വെള്ളം ഒഴിച്ചു കൊടുത്തതെന്നും എന്ത് മരുന്നാണ് വെച്ചതെന്നും എന്നെല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. അതായത് ആ ദൃശ്യങ്ങളെല്ലാം എൻ്റെ കൺമുന്നിലുണ്ട്. ഹദ്റത്ത് സഹൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പുത്രി ഹദ്റത്ത് ഫാത്തിമ മുറിവ് കഴുകിക്കൊണ്ടിരുന്നു. ഹദ്റത്ത് അലി പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ രക്തം കൂടുതൽ വരുന്നത് കാണുന്നു. ഹദ്റത്ത് ഫാത്തിമ ഒരു ചാക്കിൻ്റെ കഷ്ണമെടുത്ത് കത്തിക്കുകയും അത് മുറിവിലേക്കുകയും ചെയ്തു. അങ്ങനെ രക്തം വരുന്നത് നിലച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുന്നിലുള്ള പല്ലും പൊട്ടിപ്പോയിരുന്നു. മുഖത്തും പരിക്കേറ്റിരുന്നു. പടത്തൊപ്പി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തലയിൽ പൊട്ടിപ്പോയിരുന്നു. ഇവിടെ രക്തം തടുക്കുന്നതിൻ്റെയും കഴുകുന്നതിൻ്റെയും പരാമർശമാണുള്ളത്. രക്തം വലിച്ചു കുടിക്കുന്ന പരാമർശമില്ല. ഇതാണ് ബുഖാരിയുടെ നിവേദനം. ഇത് തന്നെയാണ് ശരിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്വരയുടെ മുന്നിലെത്തിയപ്പോൾ അലി ബിൻ അബി താലിബ് മീറാസിലെ വെള്ളം തൻ്റെ പാത്രത്തിൽ നിറച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിലെത്തി. ഉഹദ് മലയിൽ ചെറുതും വലുതുമായ കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടന്നിരുന്നു. ഈ കുഴികൾ മീറാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മീറാസിന്റെ വിവക്ഷ ഇതാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഈ സ്ഥലം ഹദ്റത്ത് ഹംസ ഷഹീദായ സ്ഥലത്തിനടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ദുർഗന്ധം കാരണം അത് കുടിച്ചില്ല. മുഖത്തുണ്ടായിരുന്ന മുറിവ് കഴുകുകയും ശിരസിലൊഴിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവൻ്റെ നബിയുടെ മുഖത്തിന് പരിക്കേൽപ്പിച്ചവന് മേൽ കോപിഷ്ഠനായിരിക്കുന്നു. മുഹമ്മദ് ബിൻ മുസ്ലമ വെള്ളം വാങ്ങാൻ സ്ത്രീകളുടെ അടുത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നല്ല ദാഹമുണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ മുസ്ലമ ഒരു അരുവിയിൽ പോയി അവിടെ നിന്ന് ശുദ്ധജലം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത വെള്ളം കുടിക്കുകയും അദ്ദേഹത്തിന് നന്മയ്ക്ക് വേണ്ടി ദുആകൾ ചെയ്യുകയും ചെയ്തു. ഇബ്രാനിയിൽ സഹൽ ബിൻ സഅദിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ മുഖത്ത് ഉഹദ് ദിവസം പരിക്കേൽക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ ദന്തം ഷഹീദായി. പടത്തൊപ്പി ശിരസിൽ പൊട്ടുകയുണ്ടായി. മുശ്രിക്കീങ്ങൾ പോയപ്പോൾ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലെത്തി. അവരിൽ ഫാത്തിമയും ഉണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ വാരിപ്പുണരുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുറിവ് കഴുകാൻ തുടങ്ങി. ഹദ്റത്ത് അലി പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ കൂടുതൽ രക്തം വരികയാണുണ്ടായത്. അതേ തുടർന്ന് ഹദ്റത്ത് ഫാത്തിമ പായയുടെ കുറച്ചു ഭാഗം കത്തിച്ച് ചാരമുണ്ടാക്കുകയും അതുകൊണ്ട് മുറിവിൽ വയ്ക്കുകയും ചെയ്തു. അത് മുറിവിൽ ചേരുകയും രക്തം വരുന്നത് നിലയ്ക്കുകയുമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖത്ത് നിന്ന് രക്തം ഒറ്റുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ മുഖം തുടച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കൈഫ യുഫ്ലിഹുൽ ഖൗമ ഷജുവാനിഹിം വകസറു റിവായാത്തിഹിം വഹുവ യദ്ഊഹും ഇലല്ലാ. തങ്ങളുടെ നബി അള്ളാഹുവിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിക്കേൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മുൻനിരയിലുള്ള പല്ല് പൊട്ടിക്കുകയും ചെയ്യുന്ന സമുദായം എങ്ങനെ വിജയിക്കാനാണ്? ബാക്കി ഭാഗം ഇൻഷാ അല്ലാ പിന്നീട്. ഫലസ്തീനു വേണ്ടി ഞാൻ ദുആക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥ, അവർ ഒന്നിച്ചു നിന്ന് ഫലസ്തീൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചിന്തിക്കുന്നതിന് പകരം മുസ്ലിം രാഷ്ട്രങ്ങൾ പരസ്പരം പോരടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. പാകിസ്ഥാനും ഇറാനും ഇടയിൽ അസ്വസ്ഥതകൾ ഉണ്ടായെന്നും പരസ്പരം അവർ ബോംബ് വർഷിക്കുന്നുവെന്നും കേൾക്കുന്നു. വളരെ ഭയാനകമായ അവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തന്നെ ഈ മുസ്ലിം നാടുകളിലെ നേതാക്കന്മാർക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് തങ്ങളുടെ ലക്ഷ്യം ശരിയായി മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ.
അവർ ഒരേക ഉമ്മത്തായി മാറട്ടെ. നമസ്കാരത്തിന് ശേഷം 2 ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. ജനാസ ഗായിബാണ്. ഒന്ന് സയ്യിദ് ദാവൂദ് മുസഫർ ഷാ സാഹിബിൻ്റെ മകൻ സയ്യിദ് മൗലൂദ് അഹമ്മദ് സാഹിബിൻ്റേതാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം 76-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സയ്യിദ ഉമ്മെ താഹിർ സാഹിബയുടെയും ദൗഹിത്രനും സാഹിബ്സാദി അമത്തുൽ ഹക്കീം സാഹിബയുടെയും സയ്യിദ് ദാവൂദ് മുസഫർ ഷാ സാഹിബിൻ്റെയും പുത്രനുമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. എൻ്റെ അളാമയുടെ മകനും എൻ്റെ ഭാര്യയുടെ മൂത്ത സഹോദരനുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാമഹൻ സയ്യിദ് മഹമ്മൂദുല്ല ഷാ സാഹിബ് ആയിരുന്നു. അദ്ദേഹം സയ്യിദ് അബ്ദുൽ സത്താർ ഷാ സാഹിബിൻ്റെ മകനായിരുന്നു. ഹസ്രത്ത് ഡോക്ടർ സയ്യിദ് അബ്ദുൽ സത്താർ ഷാ സാഹിബ് തഖ്വയിലും പരിശുദ്ധിയിലും വളരെ പാരമ്യത്തിലെത്തിയ ആളായിരുന്നു. വളരെ താഴ്മയും വിനയവും ഉണ്ടായിരുന്നു. അള്ളാഹുവിനോടും അടിയാളുകളോടുമുള്ള കടപ്പാടുകൾ നിറവേറ്റുന്നതിൽ വളരെ മുൻപന്തിയിലുമായിരുന്നു. ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് അബ്ദുൽ സത്താർ ഷാ സാഹിബിനെ കുറിച്ച് ഒരു നിവേദനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അതായത് ഡോക്ടർ അബ്ദുൽ സത്താർ ഷാ സാഹിബ് ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബിനോട് സ്വയം വിവരിച്ചതാണ്. ഒരിക്കൽ ഹദ്രത്ത് ഖലീഫ അവൽ വളരെയേറെ രോഗാതുരനായി. ഇത് അദ്ദേഹം ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന കാലമാണ്. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം ആടുകളെ സദക്ക കൊടുത്തു. ഡോക്ടർ സാഹിബ് പറയുന്നു, ഞാനും അവിടെ സന്നിഹിതനായിരുന്നു. ഞാൻ രാത്രി ഹദ്രത്ത് ഖലീഫ അവലിൻ്റെ അടുക്കൽ കഴിച്ചുകൂട്ടുകയും മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. രാവിലെ ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം വന്നപ്പോൾ ഹദ്രത്ത് ഖലീഫ അവൽ പറഞ്ഞു, ഹുസൂർ ഡോക്ടർ സാഹിബ് രാത്രി മുഴുവനും എൻ്റെ അടുക്കൽ ഉണർന്നിരിക്കുകയും മരുന്നും മറ്റും കൃത്യമായി തന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം വളരെയേറെ സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം അസൂയ തോന്നുന്നു. ഇത് സ്വർഗീയ കുടുംബമാണ്. ഈ വാക്കുകൾ ഹദ്രത്ത് അബ്ദുൽ സത്താർ ഷാ സാഹിബിനെ കുറിച്ച് പല പ്രാവശ്യം ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം ആവർത്തിക്കുകയുണ്ടായി. സയ്യിദ് മൗലൂദ് ഷാ സാഹിബ് റബുവിയിലാണ് വിദ്യാഭ്യാസം നേടിയത്. മെട്രിക്കിനും FSCക്കും ശേഷം ലാഹോർ എഞ്ചിനീയറിംഗ് കോളേജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു. പാകിസ്ഥാനിൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്തു. പിന്നെ ഏതാനും വർഷം നൈജീരിയയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പോയിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ നല്ല ജീവിതമാണ് കഴിച്ചു കൂട്ടിയത്. അദ്ദേഹത്തിൻ്റെ നിക്കാഹ് ഖുത്ബ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ആയിരുന്നു നിർവഹിച്ചത്. അതിൽ ഹദ്രത്ത് ഖലീഫ സാലിസ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ദാമ്പത്യ ജീവിതം ഒരു വൃക്ഷത്തിൽ മറ്റൊരു വൃക്ഷം ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്. അതിനാദ്യത്തിൽ ഒരുപാട് സംരക്ഷിക്കേണ്ടതായി വരുന്നു. ഈ പഴയകാല ഖുത്ബകളിൽ ചിലത് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ കാരണം പല ആളുകളും എന്നോട് എങ്ങനെയാണ് നല്ല ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് ചോദിക്കാറുണ്ട്. ഈ പാഠങ്ങൾ അവർ തങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതാണ്. ചിലതെല്ലാം വളരെ ചുരുങ്ങിയവയാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഖുത്ബകളിലും നിക്കാഹുകളിലും മുൻകാല ഖലീഫുമാരുടെ നിർദ്ദേശങ്ങൾ എടുത്ത് നൽകാറുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം പറയുന്നു, അത് തുടക്കത്തിൽ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്, അനിവാര്യമാണത്. വിശുദ്ധ ഖുർആന്റെ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒട്ടിക്കുന്നതിനെ ഖൗലെ സദീദ് അഥവാ ഋജുവായ സംസാരത്തിന് നൂലുകൊണ്ട് ബന്ധിക്കേണ്ടതാണ്. അതായത് പൂർണ്ണമായ സത്യസന്ധതയുടെ നൂലുകൊണ്ട് ബന്ധിച്ചാൽ മാത്രമേ അത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതിൻ്റെ ഉത്തരവാദിത്വം ഭാര്യാഭർത്താക്കന്മാർക്ക് മാത്രമല്ല, മറിച്ച് അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ചുറ്റുപാടിനും കൂടാതെ അവരുടെ സുഹൃത്തുക്കൾക്ക് മേലും വന്നു ചേരുന്നുണ്ട്. കാരണം ഒരുപാട് നന്മകൾ ദുർഭാവന കാരണമോ ഏഷണി കാരണമോ അക്ഷമ കാരണമോ കോപം കാരണമോ ഇല്ലാതായിത്തീരുന്നു. അത് തടയാൻ ഖൗലെ സദീദിൻ്റെ വളരെ ശക്തമായ നൂലാണുള്ളത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ വിളംബരപ്പെടുത്തുന്ന ഈ നിക്കാഹ് 2 കുടുംബങ്ങൾക്കും അനുഗ്രഹീതമാകട്ടെ, ജമാഅത്തിനും മനുഷ്യകുലത്തിനും അനുഗ്രഹപ്രദമാകട്ടെ. ഇതിൽ നിന്ന് ദീനീ സേവകരുടെ തലമുറ ജനിക്കുമാറാകട്ടെ. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ബന്ധം എൻ്റെ ചെറിയ സഹോദരി അമത്തുൽ ഹക്കീമിൻ്റെയും സയ്യിദ് ദാവൂദ് മുസഫർ ഷാ സാഹിബിൻ്റെയും മകൻ സയ്യിദ് മൗലൂദ് അഹമ്മദിൻ്റേതാണ്. ഡോക്ടർ സയ്യിദ് ഗുലാം മുജ്തബ സാഹിബിൻ്റെ മകൾ ലുബന ഷഹദാദുമായിട്ടാണ് വിവാഹം നടക്കുന്നത്. തുടർന്ന് ഡോക്ടർ സാഹിബിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, പശ്ചിമാഫ്രിക്കയിൽ ആരംഭകാലത്ത് വഖഫ് ചെയ്ത ഡോക്ടർ ജോലി ചെയ്യാൻ പോയ ആളുകളിൽ ഉൾപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെയേറെ ശിഫ വെച്ചിട്ടുണ്ട്. നല്ല പ്രാഗൽഭ്യമുള്ള സർജൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ആദ്യം ഘാനയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തെ നൈജീരിയയിലേക്ക് അയച്ചു. അവിടെയും അദ്ദേഹം തൻ്റെ വഖഫ് അർസി പൂർത്തിയാക്കി. പിന്നെ ഹൃദ്രോഗം വന്നത് കാരണം തിരിച്ചു വരേണ്ടി വന്നു. തുടർന്ന് ഹദ്റത്ത് ഖലീഫ സാലിസ് അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തു, അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം നൽകുകയും
വീണ്ടും ആഫ്രിക്കയിൽ പോകാൻ തൗഫീക്ക് നൽകുകയും ചെയ്യട്ടെ. ഈ ദുആയും അള്ളാഹു സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം അവിടെ പോവുകയും ഒരു നീണ്ടകാലം വീണ്ടും അദ്ദേഹത്തിന് ആഫ്രിക്കയിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ ഹദ്രത്ത് ഖലീഫ സാലിസ് ഇങ്ങനെയും ദുആ ചെയ്തു: അള്ളാഹു സയ്യിദ് മൗലൂദ് അഹമ്മദിനും ദീനീ സേവനത്തിന് തൗഫീക്ക് നൽകട്ടെ. അദ്ദേഹം തന്നാൽ കഴിയുന്ന വിധത്തിൽ ഐച്ഛികമായി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് സൗദ് അഹമ്മദ് പറയുന്നു: എൻ്റെ പിതാവ് തുടക്കം മുതൽ തന്നെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയും ഫജ്ർ നമസ്കാര ശേഷം തിലാവത്ത് ചെയ്യുന്ന ആളുമായിരുന്നു. മാത്രമല്ല തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുമായിരുന്നു. എനിക്കും ഇതറിയാം. അദ്ദേഹത്തിൻ്റെ തിലാവത്ത് നല്ല ഈണമുള്ള ശബ്ദത്തിലായിരുന്നു. പറയുന്നു, രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഞങ്ങൾക്ക് മുൻകാല മഹാത്മാക്കളുടെ കഥകളും സംഭവങ്ങളും കേൾപ്പിക്കുമായിരുന്നു. ചന്തകളിൽ കൃത്യനിഷ്ഠ പാലിക്കുമായിരുന്നു. ഞങ്ങളോടും ചന്തകൾ കൃത്യമായി കൊടുക്കാൻ ഉപദേശിച്ചിരുന്നു. പോക്കറ്റ് മണി തരുമ്പോൾ ആദ്യം ചന്ത കൊടുത്തു വരാൻ പറയുമായിരുന്നു. ഈദി കിട്ടുമ്പോഴും അതിൽ നിന്നും ചന്ത കൊടുക്കാനും പറഞ്ഞിരുന്നു. എല്ലാവരുടെയും വേറെ വേറെ ഫയൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അതുപോലെ മക്കളുടെ വസിയത്ത് ചെയ്തപ്പോൾ എല്ലാവരുടെയും റെക്കോർഡിന് വേണ്ടി ഫയലുകളും ഉണ്ടാക്കി വെച്ചിരുന്നു. എല്ലാ ചന്തയും സ്വയം തന്നെ ക്ലിയർ ചെയ്തിരുന്നു. റമദാനിലെ നോമ്പുകൾക്ക് പുറമെ ചവ്വാലിലെ നോമ്പും എടുത്തിരുന്നു. വിശുദ്ധ ഖുർആൻ 2 തവണ ഓതി പൂർത്തിയാക്കിയിരുന്നു. റമദാനിൽ 3 തവണ പൂർത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു. തുടർന്ന് എഴുതുന്നു: നല്ല ഉറച്ച കരുത്തുള്ള മനുഷ്യനായിരുന്നു. വളരെ ശുദ്ധമായ പ്രകൃതത്തിന് ഉടമയും ഋജുവായി സംസാരിക്കുന്ന ആളും വളരെയേറെ ഇടപഴകുന്ന ആളുമായിരുന്നു. പഴയ ബന്ധങ്ങളാണെങ്കിലും പുതുതായി ഉണ്ടാകുന്ന ബന്ധമാണെങ്കിലും അവരുമായി ബന്ധം സ്വയം നിലനിർത്തുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുമായിരുന്നു. വലിയവരോടും ചെറിയവരോടുമെല്ലാം നല്ല നിലയിൽ പെരുമാറിയിരുന്നു. മനസ്സിൽ ആരെക്കുറിച്ചും വെറുപ്പോ വിദ്വേഷമോ വെച്ചിരുന്നില്ല. ആര് എത്ര തന്നെ അമിതത്വം കാണിച്ചാലും അവരോട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. ആരെങ്കിലും വലിയ രീതിയിൽ ദ്രോഹിച്ചാൽ സ്വയം അവരുടെ അടുക്കൽ പോയി ബന്ധമുണ്ടാക്കുമായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയത് മാത്രമല്ല, മറിച്ച് ഞാനും അത് കണ്ടിട്ടുള്ളതാണ്. ഈ എല്ലാ നന്മകളും അദ്ദേഹത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതുമാണ്. ഞാനും അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയാവുന്ന, അനുശോചനം അറിയിച്ച പലരും ഈ എല്ലാ നന്മകളും അദ്ദേഹത്തിൽ ശരിക്കും ഉണ്ടായിരുന്നു എന്ന് എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എഴുതുന്നു: ഒരിക്കൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു എവിടെയോ പുറത്ത് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു കളിപ്പാട്ടവും കൊണ്ടുവന്നിരുന്നു. അത് അദ്ദേഹം തുറന്ന് കഷ്ണം കഷ്ണങ്ങളാക്കി. ഹദ്റത്ത് മുസ്ലിം മൗഊദ് അദ്ദേഹത്തോട് പറഞ്ഞു: ഞാൻ നിനക്ക് സമ്മാനം തന്നതാണ്, നീ അതിനെ കഷ്ണം കഷ്ണമാക്കിയല്ലോ. അദ്ദേഹം പറഞ്ഞു: ഞാനത് കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. പിന്നെ അത് മുസ്ലിം മൗഊദിൻ്റെ മുന്നിൽ കൂട്ടിച്ചേർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവിനോട് മുസ്ലിം മൗഊദ് പറഞ്ഞു: ഇവനെ എഞ്ചിനീയർ ആക്കണം. ഹദ്റത്ത് മുസ്ലിം മൗഊദിൻ്റെ ഈ വാക്കുകളും പൂർത്തിയായി. അദ്ദേഹം എഞ്ചിനീയർ ആവുകയും വളരെ നല്ല എഞ്ചിനീയർ ആവുകയും ചെയ്തു. ഹദ്റത്ത് മുസ്ലിം മൗഊദിൻ്റെ ഒരു ഉപദേശം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അത് ഞാൻ വിവരിക്കാം. ഒരിക്കൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് സിന്ധിലുണ്ടായിരുന്ന തൻ്റെ ഫാമിലേക്ക് പോവുകയുണ്ടായി. അവിടെ അദ്ദേഹത്തിന് ഭൂമിയുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ ഇദ്ദേഹം അവിടെയാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹവും തൻ്റെ പിതാവിൻ്റെ കൂടെ ഹദ്റത്ത് മുസ്ലിം മൗഊദിനോടൊപ്പം ഭൂമി നോക്കിക്കാണുകയായിരുന്നു. മുസ്ലിം മൗഊദ് പര്യടനത്തിന് പോയപ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാവിൻ തോട്ടത്തിന് സീസണായിരുന്നു. സീസണിൽ പാട്ടത്തിനെടുത്തവർ മാമ്പഴങ്ങൾ പറിച്ച് നിലത്ത് വെച്ചിരുന്നു. തോട്ടം പാട്ടത്തിന് കൊടുക്കുകയും അതിലെ പഴങ്ങൾ വിൽക്കുകയും ചെയ്തിരുന്നു. അത് പിന്നീട് പാട്ടക്കാരൻ്റേതാണ്. അതിൽ നിന്ന് കുറച്ച് ഭൂമുടക്ക് കൊടുക്കാറുണ്ട്. ഏതായിരുന്നാലും അവർ മാമ്പഴം കൂട്ടിവെച്ചിരിക്കുകയായിരുന്നു. അന്ന് കുട്ടിയായിരുന്ന ഇദ്ദേഹം അതിൽ നിന്ന് ഒരു മാങ്ങയെടുത്തു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറഞ്ഞു: അത് തിരികെ കൊണ്ടുപോയി വെച്ചു വരൂ. ഇതിപ്പോൾ നിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല, പാട്ടക്കാരുടേതാണ്. ഇതായിരുന്നു ഹദ്റത്ത് മുസ്ലിം മൗഊദിൻ്റെ തർബിയത്ത് രീതി. തങ്ങൾക്ക് കിട്ടാനുള്ള ഭാഗത്ത് നിന്ന് അത് കുറയ്ക്കാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ രീതിയിലാണ് തൻ്റെ പേരക്കുട്ടിക്ക് അദ്ദേഹം ശിക്ഷണം നൽകിയത്. സയ്യിദ് മൗലൂദ് സാഹിബിൻ്റെ മകൾ അസീസ മാരിയ എഴുതുന്നു: വിശുദ്ധ ഖുർആനും റുഹാനി ഖസായിനും മൽഫൂസാത്തും തുടർച്ചയായി വായിച്ചിരുന്നു. അതുകൂടാതെ തഫ്സീർ കബീറും വായിച്ചിരുന്നതായി എനിക്കറിയാം. വളരെ ആഴത്തിൽ അറിവുണ്ടായിരുന്നു. തൻ്റെ ആളുകൾക്കിടയിൽ ഇരുന്ന് അത് വെളിപ്പെടുത്തുമായിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും വിഷയമുണ്ടാവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഉദ്ധരണികൾ കേൾപ്പിക്കുമായിരുന്നു. വേറെ ആളുകളും എനിക്ക് ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. തുടർന്ന് പറയുന്നു: ദീനീപരമോ ഭൗതികപരമോ ആയ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളിൽ ആർക്കെങ്കിലും ചോദിച്ചാൽ നല്ല പരിഹാരം നിർദ്ദേശിക്കുമായിരുന്നു. ദുആയിലേക്ക് പ്രത്യേകം ശ്രദ്ധ തിരിക്കാൻ ഉപദേശിച്ചിരുന്നു. നിങ്ങൾ ദുആ ചെയ്യുകയും കാര്യം അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യമക്കളുടെ സംരക്ഷകനായി തീരുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ നന്മകൾ തുറന്നു കൊണ്ടുപോകാനുള്ള തൗഫീക്കും അവർക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ എഴുതുന്നു:
സയ്യിദ് സാഹിബിൻ്റെ വലിയൊരു നന്മ എന്ന് പറയുന്നത് സന്തോഷ സന്താപ വേളകളിൽ ഏറ്റവും ആദ്യം സന്ദേശങ്ങൾ നൽകുക എന്നതായിരുന്നു. ആരെങ്കിലും രോഗിയായാൽ സന്ദർശിക്കാൻ ഏറ്റവും ആദ്യം എത്തുമായിരുന്നു. മൊറബി സിൽസില ഹനീഫ് മഹമ്മൂദ് സാഹിബ് എഴുതുന്നു, ഇസ്ലാമാബാദിൽ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. വളരെ സാധാരണക്കാരനും ശുഭ്രവസ്ത്രധാരിയും മിതഭാഷിയും ഋഷിതുല്യനും മലക്കുകളുടെ സ്വഭാവമുള്ള മനുഷ്യനുമായിരുന്നു. ജീവിതം വഖഫ് ചെയ്തവരെ, പ്രത്യേകിച്ചും മുറബിമാരെ ഒരുപാട് ആദരിച്ചിരുന്നു. ഇസ്ലാമാബാദിൽ തുടങ്ങിയ ബന്ധം റബുവിയിൽ വന്നപ്പോഴും അദ്ദേഹം തുടരുകയുണ്ടായി. പള്ളിയിൽ അധികവും എന്നെ തെരഞ്ഞുപിടിച്ച് കാണുമായിരുന്നു. അദ്ദേഹത്തോട് ദുആക്ക് വേണ്ടി പറഞ്ഞാൽ അതിനുശേഷം പിന്നീട് എന്തായി എന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ അള്ളാഹു ഈ നന്മകൾ തുടരാൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി നമസ്കരിക്കാനുള്ള രണ്ടാമത്തെ ജനാസ ഇക്മൈദ് ആഗ് മുഹമ്മദ് സാഹിബിൻ്റേതാണ്. ഇദ്ദേഹം ബുർക്കിന ഫാസയിലെ ഡോറി റീജിയനിലുള്ള മഹദിയാബാദ് ജമാഅത്തിൻ്റെ സദറായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബത്തിൽ 2 ഭാര്യമാരും 10 ആൺമക്കളും 5 പെൺമക്കളുമുണ്ട്. ഇൻചാർജ് മിഷണറി സാഹിബ് എഴുതുന്നു, വളരെ കർമ്മനിരതനായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ഡോറിയിൽ അദ്ദേഹം ശ്രോതാക്കളുടെ ഫാമിലികൾക്ക് അവരുടെ വീടുകളിൽ അദ്ദേഹം സെറ്റ് ചെയ്തു കൊടുക്കുകയായിരുന്നു. ജമാഅത്ത് അവിടെ ശ്രോതാക്കളുടെ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയിരുന്നു. അത് സെറ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ 2 ദിവസത്തിന് ശേഷം സ്വന്തം വീട്ടിൽ പോയി അവിടെ മോഹാത്സ്യപ്പെട്ട് വീഴുകയും ശക്തമായ ഹൃദയാഘാതം ഉണ്ടാവുകയും വഫാത്താവുകയും ചെയ്തു. 1999 അദ്ദേഹത്തിന് അഹമ്മദിയത്ത് സ്വീകരിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. അഹമ്മദി ആയതിനു ശേഷം അൽഹാജ് ഇബ്രാഹിം ബദ്ഗ സാഹിബിൻ്റെ അടുത്ത് മഹദിയാബാദിലേക്ക് താമസം മാറ്റി. അൽഹാജ് ഇബ്രാഹിം ബദ്ഗ സാഹിബിനോടൊപ്പം സമീപ ഗ്രാമങ്ങളിൽ തബ്ലീഗിനും പോയിരുന്നു. തബ്ലീഗ് പരമായി നിരവധി ജമാഅത്തുകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. വനം വകുപ്പിൽ ഫോറസ്റ്റ് ഗാർഡിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ തീവ്രവാദമുണ്ടായ കാരണത്താൽ ജോലി ഒഴിവാക്കി. കൊയ്ത്ത് കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും കൃഷിയുടെ സക്കാത്തിൻ്റെ ഭാഗം മാറ്റിവെപ്പിക്കുകയും എല്ലാവരുടെയും സക്കാത്തിൻ്റെ കണക്കുകൾ മാൽ സെക്രട്ടറി ഏൽപ്പിച്ച് റസീദ് വാങ്ങിക്കുകയും ചെയ്തിരുന്നു. 5 വർഷം മഹദിയാബാദ് ജമാഅത്തിൽ സദർ എന്ന നിലയ്ക്ക് സേവനം അനുഷ്ഠിച്ചു. നിർമ്മല ഭാഷയും മൃദുല സ്വഭാവിയുമായിരുന്നു. ഒരിക്കലും കോപിഷ്ഠനായിരുന്നില്ല. 2023 ജനുവരി 11 മഹദിയാബാദിൽ തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ അദ്ദേഹം ആ ദിവസം മഗ്‌രിബ് നമസ്കരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജമാഅത്ത് അംഗങ്ങൾ വളരെ ഭയത്തിലും അസ്വസ്ഥതയിലുമായിരുന്നു. ഷഹാദത്തുകൾക്ക് ശേഷം ജനങ്ങൾ വളരെയേറെ അസ്വസ്ഥതയിലായിരുന്നു. അദ്ദേഹം അവർക്ക് ഏറെ ധൈര്യം പകരുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് മഹദിയാബാദിലെ ആളുകളെ ഡോറി പട്ടണത്തിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോൾ വളരെ ഉത്സാഹഭരിതനായി അദ്ദേഹം ഈ ജോലി ഏറ്റെടുത്ത് നിർവഹിച്ചു. ജനങ്ങൾക്ക് ധൈര്യം പകരുകയും അവരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. എല്ലാ ജമാഅത്ത് അംഗങ്ങളെയും തൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഡോറിയിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും പിന്നെ തൻ്റെ മരണം വരെയും എല്ലാ ശ്രോതാക്കളുടെയും കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഡോറിയിലെ മുബല്ലിഗ് റാണ ഫാറൂഖ് സാഹിബ് പറയുന്നു, അദ്ദേഹം ഫജർ നമസ്കാരത്തിന് ശേഷം ദിവസവും എല്ലാ ശ്രോതാക്കളുടെയും വീടുകളിൽ പോയി സലാം പറയുകയും അവരുടെ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. പറയുന്നു, ഇപ്പോൾ ഡോറിയിൽ വിവിധ ജമാഅത്തുകളിൽ നിന്നുള്ള ഏകദേശം 800 ആളുകളുണ്ട്. അതായത് പ്രയാസങ്ങൾ കാരണം വന്ന് താമസിക്കുന്നവരാണ്. ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും അവരുടെ സേവനത്തിന് തയ്യാറായിരുന്നു. നമസ്കാരങ്ങളിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ആളും ജമാഅത്തി സംവിധാനത്തോട് പൂർണ്ണമായും സഹകരിക്കുന്ന ആളുമായിരുന്നു. മറ്റുള്ളവരെയും ഇതിനെക്കുറിച്ച് ഉപദേശിക്കുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബക്കാർക്കും ക്ഷമയും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടർന്നു പോകാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر